നമുക്ക് നിധിയുടെ സുതീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്നത് സുനന്ദയെ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോൾ സുതീഷിനും എല്ലാവർക്കും ഭയങ്കര ദേഷ്യ സങ്കടമൊക്കെ ആയിരുന്നു. കാരണം ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലെന്നായിരുന്നു അവർ പറയണേ. സുനന്ദ ഇത്ര റിസ്ക് എടുത്ത് ഇങ്ങോട്ടേക്ക് വന്നതാ, എന്നിട്ട് പോലും സുഭാഷേണ്ണ അവളെ പറഞ്ഞു വിട്ടു. അപ്പോൾ എല്ലാവർക്കും സുഭാഷിനോട് ദേഷ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിയുകയാണ്. ആ സമയം സുനന്ദയെ വീട്ടിൽ പോയിട്ട് നന്നായിട്ട് ഉപദേശിക്കുന്നുണ്ട് ലളിതയും തനേനും ഒക്കെ. നിന്റെ ജീവിതം ഇതാണ്, നിനക്ക് ദൈവമായിട്ട് കൊണ്ടുവന്ന വരനാണ് അവന്, അശ്വിന്. അവനുമായിട്ടുള്ള വിവാഹം നിന്റെ നടക്കണം. വെറുതെ നീ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവന് നിന്നെ വേണ്ടാന്ന് പറഞ്ഞു. ഇനി നീ ആർക്ക് വേണ്ടിയാ കാത്തിരിക്കുന്നേ? അച്ഛനും അമ്മയും പറയുന്നൊക്കെ അനുസരിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുനന്ദയുടെ മനസ്സ് മാറ്റിക്കൊണ്ടിരിക്കുക. സുനന്ദയ്ക്ക് വേറെ ഓപ്ഷൻ ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും? സുഭാഷിന് കെട്ടില്ല എന്ന് പറഞ്ഞ താലി. പിന്നെ ഇപ്പം ഇവർ പറയുന്ന ആളുടെ മുന്നിൽ തല കുനിച്ചു കൊടുക്കാനേ സുനന്ദയ്ക്ക് കഴിവുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സുഭാഷ് പതിവ് പോലെ തന്നെ നേരത്തെ എഴുന്നേറ്റു. പിന്നീട് ജോലിക്ക് പോകണമല്ലോ, അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. അതിനുശേഷം വന്ന് ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിധി സുധീഷും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നത്. അവർ വന്നു കഴിഞ്ഞപ്പം സുഭാഷ് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. സുഭാഷ് തൻ്റെ ജോലി തുടരുവാണ്. അപ്പോഴേക്കും സുധീഷ് വന്നിട്ട് ചോദിച്ചു, അല്ല സുഭാഷ് ചേട്ടാ, സുഭാഷ് ചേട്ടത് എന്താ ഈ കാണിക്കണമെന്ന് ചോദിച്ചു. എന്താടാ, ഞാൻ ഡ്രസ്സ് അയൺ ചെയ്യുന്ന കണ്ടില്ലേ? കണ്ടു. സുഭാഷ് ചേട്ടൻ്റെ മനസ്സ് ഇവിടെ ഒന്നും അല്ലാന്ന് പറഞ്ഞു. കാരണം കല്യാണ വീട്ടിൽ നിന്ന് നല്ല പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാം, ഒച്ചത്തിലാണ്. അപ്പോൾ സമയത്ത് സുഭാഷിച്ചു, എന്താടാ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. സുഭാഷ് ചേട്ടൻ്റെ മനസ്സിൽ സുനന്ദയല്ലേ, സുനന്ദയെക്കുറിച്ച് ആലോചിച്ചുണ്ടല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുഭാഷോട്, നിന്നോടൊക്കെ ആര് പറഞ്ഞു? എൻ്റെ മനസ്സിൽ അവളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, സുഭാഷ് ചേട്ടൻ കള്ളത്തരം പറയണ്ട. എത്ര പറഞ്ഞാലും സുഭാഷ് ചേട്ടൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അത് അറിയാൻ പറ്റും. ഞങ്ങൾ ഇന്നലെ ഒന്നും അല്ല സുഭാഷ് ചേട്ടനെ കാണുന്നേ. ഹരീഷ് പറഞ്ഞു, സുഭാഷ് ചേട്ട ഇപ്പോഴും സമയം വൈകിട്ടില്ല. മുഹൂർത്തം 9:30ക്കും 10:30ക്കും ഒക്കെ ഇടയ്ക്കാണ്. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് പോയി പിടിച്ചിറക്കിക്കൊണ്ട് വരാം. സുഭാഷ് ചേട്ടനുമായിട്ടുള്ള വിവാഹം നടത്താമെന്ന് പറഞ്ഞു. ഇനിയും സമയമുണ്ട് മുഹൂർത്തത്തിന്. അത് കേട്ടപ്പോൾ സുഭാഷോട്, നീയൊക്കെ എന്തൊക്കെയാടാ പറയണേ? നിനക്കൊന്നും വേറെ പണിയില്ലെന്ന് ചോദിച്ചു. മികേഷ് പറഞ്ഞു, സുഭാഷ് ചേട്ടൻ്റെ വിഷമം കണ്ട് സഹിക്കാൻ പറ്റാച്ചിട്ട ഇതുപോലെ പറയണേ. ഒന്ന് സമ്മതിക്കുക സുഭാഷ് ചേട്ടാന്ന് പറഞ്ഞു. ശരിയാകത്തില്ല. അവൾക്ക് വന്നൊരു നല്ല ആലോചന, നമ്മളായിട്ട് ഒരിക്കലും അത് മുടക്കിക്കൂടാ. അവൾക്ക് കിട്ടുന്ന ഒരു നല്ല ജീവിതമല്ലേ, വെറുതെ എന്തിനാടാ ആ പെൺകൊച്ചിൻ്റെ ജീവിതം നശിപ്പിക്കണേ? ആ വീട്ടുകാരുടെ കണ്ണീര് അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭാസ്കരൻ അങ്ങോട്ട് വന്നു. കട്ട കലിപ്പായിരുന്നു. അവരുടെയൊക്കെ വിചാരം അവരാരാന്നാ? വലിയ ദുബായിക്കാരനാണ് പോലും. ദുബായിക്കാരൻ നാണം കെട്ടാനും. ഇന്നലെ സുഭാഷ് സുനന്ദയുടെ കഴുത്തി താലി ആർത്തുമായിരുന്നെങ്കിലും രണ്ടെണ്ണോട് വന്ന് കാലേ കയ്യെ വീണിട്ടല്ലേ. ചായക്കട ചെന്ന് കഴിയുമ്പോൾ ചായക്കട അടച്ചിട്ട് എല്ലാവരും കൂടെ കല്യാണത്തിന് പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു. ഈ പരിസരത്ത് നമ്മളെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും അവർ വിളിച്ചിട്ടുണ്ട്. അത് കേട്ടപ്പോൾ നികേഷ് പറഞ്ഞു, എന്താ അച്ഛനും പോണായിരുന്നോ? അച്ഛൻ പോയി കൂടിയിട്ട് പോരെ. എടാ തറുതല പറഞ്ഞോണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഭാസ്കരൻ അങ്ങോട്ട് ചെന്നു. ആ സമയം സുധീഷ് പറഞ്ഞു, നികേഷിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അച്ഛനെന്താ ഇനി കല്യാണം നടക്കുമോ നടക്കാതിരിക്കോ എന്ത് വെള്ളം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഭാസ്കരൻ പറഞ്ഞു, ഇവനെ പറഞ്ഞാൽ മതി. ആ പെണ്ണ് ആ വീട്ടുകാരൊക്കെ ഉപേക്ഷിച്ച് ഇന്നലെ വന്ന് നിന്നല്ലേ, എന്നിട്ട് ഇവ സമ്മതിച്ചോ? അവരുടെ മുന്നിൽ ഞാൻ ഞെളിഞ്ഞ് നടക്കായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഒക്കെ അതിനിടെ നല്ലൊരു ഒന്നാം പണി കൊടുക്കുകയും ചെയ്യായിരുന്നു. സുഭാഷ് പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ഛാ, അങ്ങനെയൊന്നും നമ്മളൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. പിന്നെ നിനക്ക് മാത്രം എങ്ങനെയൊക്കെ ഉള്ളു എല്ലാവരും മറ്റുള്ളവരുടെ ഈ അനുഭൂതി സ്നേഹം ദയൊക്കെ, പക്ഷേങ്കിലേ അവർക്ക് ഇങ്ങോട്ടേക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലേ അവരൊരിക്കലും ആ പെങ്കുച്ചിൻ്റെ കല്യാണം വേറെ നടത്തില്ലായിരുന്നു പറഞ്ഞു. ഈ കുടുംബത്തോടോ നിന്നോടൊരു ഇത്രയെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ കാര്യം പറഞ്ഞ എൻ്റെ പെങ്ങളൊക്കെ തന്നെയാ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൾക്ക് അങ്ങനെ ഒരിക്കലും ഒരു ഇഷ്ടം ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയും ചെയ്യില്ലായിരുന്നു പറഞ്ഞു. ആ സമയം സുഭാഷ് പറഞ്ഞു, പോട്ടെ അച്ഛാ പോട്ടെ. അതെ നീ ഇങ്ങനെ പറയുള്ളൂ എനിക്കറിയാം. അതും പറഞ്ഞ് ഭാസ്കരൻ ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോയി. ആ സമയത്ത് ഹരീഷ് പറഞ്ഞു, സുഭാഷ് ചേട്ടാ ഒന്നും സമ്മതിക്കുക, ഇപ്പോഴും സമയം വൈകിട്ടില്ല, പറയുന്നൊന്ന് അനുസരിക്കുക. ഞങ്ങൾ വേണേൽ സുനന്ദയെ വിളിച്ചിറക്കൊണ്ട് വരാം. സുഭാഷ് ചേട്ടൻ റെഡിയായിട്ട് നിൽക്കാൻ പറഞ്ഞു. സുഭാഷോട്, നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞു. ജോലിക്ക് പോകാനോ എന്ന് നികേഷ് ചോദിച്ചു. പിന്നെന്താ, പണിക്ക് പോകണ്ടേ? പണിക്ക് പോകാതെ വീട്ടിൽ കയറി നിന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ സുഭാഷ് എന്ത് ചെയ്തു, തൻ്റെ പണിസഞ്ചിയൊക്കെ എടുത്തുകൊണ്ട് സൈക്കിളും ചവിട്ടി പണിയാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ്. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നിധിക്കൊക്കെ ഭയങ്കര വിഷമമായി. കാരണം സുഭാഷ് എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ടറിയാം. അങ്ങനെ സുഭാഷ് സുനിതയുടെ വീടിൻ്റെ മുന്നിൽ കൂടെയാണ് പോകുന്ന സമയത്ത് സുഭാഷ് അങ്ങോട്ട് നോക്കി. തനേനും ലളിതയൊക്കെ വരുന്ന ആൾക്കാരെയൊക്കെ സ്വീകരിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ മണ്ഡപത്തിലേക്ക് പോകാനുള്ള കാറും കാര്യങ്ങളൊക്കെ അലങ്കരിച്ചിട്ടിരിക്കുന്നു. അത് കണ്ടപ്പോൾ സുഭാഷിൻ്റെ കണ്ണ് നിറഞ്ഞു വന്നു. സുനന്ദയുടെ വിവാഹമാണ്, ഇന്നത്തോടുകൂടി അവൾ മറ്റൊരാളുടേതാകാൻ പോവുക. കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഭാഷ് നോക്കുന്ന തനയൻ അവിടെ വന്ന് കണ്ടു. തനയൻ ഭയങ്കര ഗെറ്റപ്പോടെ നിൽക്കുകയാണ്. ഇന്നലെ വന്ന കയ്യെക്കാലെ വീണിട്ട് പോയതാ, പക്ഷെ ആ ഒരു മുഖഭാവം ഒന്നും ഉണ്ടായിരുന്നില്ല. സുഭാഷ് പിന്നെ കൂടുതൽ മൈൻഡ് ചെയ്യാനും പോയില്ല. ജസ്റ്റ് അങ്ങോട്ടേക്കൊന്ന് നോക്കി. അവിടെ എങ്ങും സുനന്ദ എവിടെയും നിൽപ്പുണ്ടോന്ന് കണ്ടില്ല. സുഭാഷ് വിഷമത്തോടു കൂടിയിട്ടാണ് പണി സൈറ്റിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് കുറേ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് കൂടെ ജോലി ചെയ്യുന്ന കൂട്ടുകാരനുണ്ട്. അവനോട് പറഞ്ഞു, അല്ല സമയം എന്നാടാന്ന് ചോദിച്ചു. ഇതേ സമയം 10 മണിയായിരുന്നു. ഓ, ഇപ്പം കല്യാണത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നടത്തി കാണുമല്ലേ? താലികെട്ടിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കാണുമല്ലേ? അതെ, 9:30ക്കും 10:30ക്കും ഇടയ്ക്കാണല്ലോ മുഹൂർത്തം. അപ്പോൾ ഏകദേശം കഴിഞ്ഞ് കാണുമായിരിക്കും എന്ന് പറഞ്ഞു. പിന്നീട് സുഭാഷ് എന്ത് ചെയ്തു, സിമെൻറ്റ് കുഴയ്ക്കാനുള്ള അതിനകത്തേക്ക് സിമെൻറ്റ് കൂട്ടാനുള്ള അതിനകത്തേക്ക് വെള്ളം ഒഴിക്കുകയാണ്. പക്ഷെ സുഭാഷ് പോലും അറിയുന്നുണ്ടായിരുന്നില്ല, കുറേ വെള്ളം അങ്ങ് ഒഴിച്ചു വിടുവാണ്. സുഭാഷിൻ്റെ മനസ്സ് ഇവിടെയെങ്കിലും അല്ല. ഇത്ര കഴിഞ്ഞപ്പോഴത്തേനും കൂട്ടുകാരൻ പറഞ്ഞു, സുഭാഷ് ഏട്ടാ ഇതെന്താ ഇത് എന്തോരം വെള്ളം ഒഴിച്ചു വിടുന്നതെന്ന് ചോദിച്ചു. അയ്യോ, ഞാനേ അറിയാതെ അങ്ങ് ചെയ്തു പോയതാ. എടാ നീ ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് കുറച്ച് സിമെൻറ്റും വെള്ളവും എല്ലാം കൂടെ ചേർക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ പെട്ടെന്ന് കൊണ്ട് സിമെൻറ്റും വെള്ളവും എല്ലാം ഇട്ടു. പിന്നീട് സുഭാഷിനോട് പറഞ്ഞു, സുഭാഷ് ഏട്ടൻ കുറച്ചു നേരം പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. സുഭാഷിന് എൻ്റെ മൈൻഡ് വിടുന്നു അല്ലാന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ലടാ, ഞാൻ ചെയ്തോളാം. വേണ്ട സുഭാഷ് ഏട്ടാ. സുഭാഷ് സമ്മതിച്ചില്ല. അങ്ങനെ സുഭാഷ് കട്ടയൊക്കെ വെക്കുവാണ്. കട്ടയൊക്കെ വെക്കുന്ന സമയത്ത് ചോദിച്ചു, ഇപ്പം കെട്ട് കഴിഞ്ഞാണോ അല്ലേ? ഇപ്പോൾ ഫോട്ടോ സെക്ഷൻ ആയിരിക്കും അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമോ, ഓരോ അരമണിക്കൂർ ഇടവിട്ട്. കൂട്ടുകാരന് മനസ്സിലായി സുഭാഷിൻ്റെ മനോവേദന എന്താണെന്ന്, എത്രമാത്രം ടെൻഷൻ അടിക്കണം എന്നുള്ള കാര്യം. പിന്നീട് നിർബന്ധിച്ച് സുഭാഷിനെ അവിടെ കൊണ്ട് പിടിച്ചിരുത്തി. സുഭാഷ് എന്നെ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവനൊരു ചായയൊക്കെ വരുത്തിച്ച് സുഭാഷിനോട് കൊടുക്കുകയാണ്. ഇത് കുടിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. സുഭാഷിയുടെ പണിയുണ്ട, പണിതിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല, മൈൻഡേ ശരിയല്ല, മൈൻഡ് ഔട്ടാന്ന് പറഞ്ഞു. ശരിയായിരുന്നു, സുഭാഷിന് സ്വന്തത്തെക്കുറിച്ചുള്ള ചിന്തകളാ. അവള് തൻ്റെ കാലി വീണ് കരയുന്നേ. സുഭാഷേട്ട എന്നെ വിട്ടുകൊടുക്കരുത്, എനിക്ക് സുഭാഷേട്ടനല്ലാതെ വേറെ ആരും എൻ്റെ ജീവിതത്തിലില്ല, ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ. അതൊക്കെ ഓർത്തപ്പോൾ സുഭാഷിൻ്റെ കണ്ണ് നിറഞ്ഞു വന്നു. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, താനായിട്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്, അവളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. എല്ലാവരെയും വിട്ടെറിഞ്ഞിട്ട് തൻ്റെ അടുത്തേക്ക് ഓടി വന്നവളാ, തനിക്ക് വേണ്ടിയിട്ട് മാത്രം. എന്നിട്ടോ താൻ അവളെ നിഷ്കരണം വലിച്ചെറിഞ്ഞു. അത് അവളുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടായിരുന്നു. ഒരുപക്ഷെ അവളുടെ വീട്ടുകാരെന്തെങ്കിലും കടുങ്കൈ ചെയ്തു പോയാൽ തനിക്കത് സഹിക്കാൻ പറ്റില്ലെന്ന് ഓർത്തിട്ടായിരുന്നു. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ സുഭാഷിന് ഭയങ്കര ടെൻഷനായി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഹരീഷ് അങ്ങോട്ട് വരുന്നത്. ഹരീഷ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഇതേ സുഭാഷേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. സുഭാഷേട്ടൻ എന്ത് പറ്റി? ഒന്നും പറ്റിയിട്ടൊന്നുമില്ല, പക്ഷെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 50 തവണയെങ്കിലും സുനന്ദയെക്കുറിച്ചുള്ള ചോദ്യം പറച്ചിലുമായിരുന്നു. കെട്ട് കഴിഞ്ഞ് കാണുമോ, ഫുഡ് കഴിച്ച് കാണുമോ, ഫോട്ടോ എടുപ്പായിരിക്കുമോ എന്നൊക്കെ. അവസാനം എനിക്ക് തോന്നി ഇത് ശരിയാകത്തില്ലെന്ന്, ഞാൻ അവിടെ കൊണ്ടേ പിടിച്ചിരുത്തിയെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഹരീഷ് സുഭാഷിൻ്റെ അടുത്തേക്ക് വന്നു. സുഭാഷിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്താ സുഭാഷേട്ടാ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എന്ത് പറ്റാൻ? സുഭാഷേട്ടൻ ഇത് എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? എടാ ഒന്നുമില്ല, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? ഞാൻ വെറുതെ ഇതുവഴി പോയപ്പോൾ വന്നാ. നീ പോകാൻ നോക്ക്. സുഭാഷേട്ടാ എനിക്കറിയാം സുഭാഷേട്ടൻ്റെ വിഷമം എന്താന്ന്. സുനന്ദയെക്കുറിച്ച് ഓർത്തുള്ള ടെൻഷനല്ലേ? സുഭാഷേട്ടൻ വിഷമിക്കില്ല ഇങ്ങനെ. സങ്കടമോ? എനിക്ക് സങ്കടമൊന്നും ഇല്ലടാ, നീ ഒന്നും മിണ്ടായിരുന്നേന്ന് പറഞ്ഞു. അപ്പോഴേക്കും നികേഷും കൂടെ വന്നു. നികേഷ് വന്നിട്ട് ചോദിച്ചു, എന്താ സുഭാഷേട്ടാ? സുഭാഷേട്ടൻ്റെ മുഖമൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? എനിക്കെന്താടാ, എനിക്കൊരു മുഖത്തിനൊന്നും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. വേണ്ട സുഭാഷേട്ടൻ ഇങ്ങനെയൊന്നും പറയണ്ട, ഞങ്ങൾ ആദ്യമായിട്ടൊന്നും അല്ലോ സുഭാഷേട്ടനെ കാണുന്നേ. സുഭാഷേട്ടൻ്റെ വിഷമം കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവും എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ. സങ്കടപ്പെടലെന്ന് പറഞ്ഞു. സുഭാഷോട് നിങ്ങൾ എന്ത് കാണിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നേ? എടാ ഹരീഷേ, നിനക്ക് വർക്ക്ഷോപ്പിൽ ജോലി ഇല്ലെന്ന് ഉണ്ട്, എങ്കിൽ നീ പോകാൻ നോക്ക്. പിന്നീട് നികേഷിനോട് പറഞ്ഞു, നീ ഈ വെയിലും കൊണ്ട് ഇവിടെ എന്ത് കാണിക്കാൻ വന്നിരിക്കുന്ന? നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? പോയിരുന്ന് പഠിക്കുക, അല്ലെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ദേ കഴിക്കാനുള്ള ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. കഴിക്കാനുള്ള ഫുഡെല്ലാം വീട്ടിലുണ്ട്. ഇനി എക്സ്ട്രാ വല്ല ഓംലെറ്റ് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അതും കൂടെ ഉണ്ടാക്കി കഴിച്ചോ ഉച്ചയ്ക്ക് ചോറിന് എന്നൊക്കെ പറഞ്ഞു. നികേഷിൻ്റെ കണ്ണ് നിറഞ്ഞു വന്നു. കാരണം സുഭാഷേട്ടൻ തൻ്റെ വിഷമം ഉള്ളിൽ ഒതുക്കാനായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കുമെന്ന് മനസ്സിലായി. ഒടുവിൽ സുഭാഷ് അവരെ രണ്ടുപേരും പറഞ്ഞു വിട്ടു. പിന്നീട് സങ്കടം കൊണ്ട് സുഭാഷിന് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. സുഭാഷ് അങ്ങനെ നേരത്തെ വീട്ടിലേക്ക് പോരുവാണ്. കാരണം അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ താനിനി കരയും തോന്നി. മാനസികാവസ്ഥ വല്ലാത്തായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് പോരുന്ന സമയത്താണ് സുഭാഷ് ആ കാഴ്ച കാണുന്നത്. സുനന്ദ ഭർത്താവിനോടൊപ്പം കാറിൽ വന്നിറങ്ങുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷിൻ്റെ നെഞ്ചു പൊട്ടിപ്പോയി. ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ലത്. കാരണം ഇങ്ങനെയൊരു കാഴ്ച കാണേണ്ടി വരുന്നു. കല്യാണം നടക്കും, പക്ഷേ ഇങ്ങനെയൊരു കാഴ്ച അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരുന്നു. സ്നേഹിച്ച പെണ്ണ് മറ്റൊരാളുടേതായിട്ട് വീട്ടിലേക്ക് വന്ന കാഴ്ച. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്.
നാളെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.